നിങ്ങൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ? അവര് നല്ലോണം സമ്പാദിക്കുന്നുണ്ടാവും. പക്ഷേ അവര് ഫൈനാൻഷ്യലി ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടാവും. ജീവിതത്തില് മനസ്സമാധാനം വളരെ കുറച്ചേ ഉണ്ടാവൂ. പക്ഷെ അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് വരുമാനം നേടുന്നവര് വളരെ മനസ്സമാധാനത്തോടു കൂടി ഫൈനാൻഷ്യലി യാതൊരു സ്ട്രെസ്സും ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇസ്ലാമിക് പോയിന്റ് ഓഫ് വ്യൂല് ഇവിടെ പോസിറ്റീവായ ഈ മാറ്റം ഉണ്ടാക്കുന്നത് ബറക്ക ഇഫക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റും. ബർക്കത്ത് അല്ലെങ്കിൽ ബറക്ക എന്നതുകൊണ്ട് നമ്മൾ സാധാരണ ഉദ്ദേശിക്കാറുള്ളത് അനുഗ്രഹം അല്ലെങ്കിൽ ഡിവൈൻ ബ്ലെസ്സിങ്സ് എന്നൊക്കെയാണല്ലേ. പക്ഷെ അവിടെ നടക്കുന്ന ബ്ലെസ്സിങ് ശരിക്കും എന്താണ്? മോർ വിത്ത് ലെസ് എന്നുള്ളതാണ് ശരിക്കും ബറക്ക ഇഫക്റ്റ്. എന്ന് വെച്ചാൽ കുറഞ്ഞ കാര്യം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ബറക്ക ഇഫക്റ്റ്. ഇപ്പൊ രാവിലെ എണീറ്റ് പഠിക്കുന്നവർക്കൊക്കെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടാവും മറ്റുള്ള സമയത്തേക്കാൾ കൂടുതൽ, അല്ലെ? അതിനർത്ഥം രാവിലെ ബറക്ക ഉണ്ട് എന്നുള്ളതാണ്. അതായത് സമയത്തിലുള്ള ബറക്കയാണത്. സമയത്തിൽ മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിൽ ബറക്കയുണ്ട്, ഫാമിലിയിൽ ബറക്കയുണ്ട്, അറിവിൽ ബറക്കയുണ്ട്. പക്ഷെ നമ്മുടെ വിഷയം ഫൈനാൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നത് വെൽത്തിലെ ബറക്കയെ പറ്റിയിട്ടാണ്. നമ്മുടെ അടുത്തുള്ള പണം ഉപയോഗിച്ച് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയാണ് എങ്കിൽ, നമ്മുടെ ചെലവുകളെല്ലാം കഴിഞ്ഞ് സേവിങ്സിനും ഇൻവെസ്റ്റ്മെന്റിനും എല്ലാം പണം തികയുന്നുണ്ട് എങ്കിൽ, നമ്മുടെ എക്സ്പെൻസുകളെല്ലാം ആശങ്കകളൊന്നും ഇല്ലാതെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ, വരുമാനം വളരെ ലിമിറ്റഡ് ആണെങ്കിൽ പോലും ആ ഉള്ളതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താനും കണ്ടന്റ്മെന്റ് കണ്ടെത്താനും സാധിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് പറയാം ബറക്ക ഇഫക്റ്റ് ഉണ്ട് എന്ന്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബറക്ക ഇഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്രമാത്രം വരുമാനം ലഭിക്കുന്നു എന്നതല്ല, മറിച്ച് കിട്ടിയ വരുമാനം കൊണ്ട് നമ്മൾ എത്രമാത്രം സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കുന്നു എന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ബറക്ക ഇഫക്റ്റ് ലഭിക്കാനുള്ള 5 മാർഗങ്ങളാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. That's all for now. This is Salim signing off. Barakah in your wealth, peace in your heart.